ധ്യാൻ, ഞാൻ ശോകമാവാൻ തുടങ്ങി. ഞാൻ ഇല്ലേ നിനക്ക്? ഇങ്ങനെ കരയല്ലേ പെണ്ണെ, താൻ സ്ട്രോങ് അല്ലടോ. അയ്യേ. അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു കുഞ്ഞിനെപ്പോലെ അവൾ അവനിൽ ഒതുങ്ങി നിന്നു. ഋഷിയച്ച, എന്താടോ? ഐ ലവ് യു, റിയലി ഐ ലവ് യു. എന്താടോ, ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ആണല്ലോ. ഈ ചെക്കനെ മെരുക്കാൻ ഇത്തിരി റൊമാൻറ്റിക് കയ്യിൽ വേണം. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ പിടിച്ചു. ആഹാ, വിടുട്ടോ. ദേ പെണ്ണെ, യക്ഷി നഖം വെട്ടിക്കോ മര്യാദക്ക്. അയ്യട മോനെ, കഷ്ടപ്പെട്ട് വളർത്തിയതാ, ഞാനൊന്നും വിട്ടില്ല. പോയേ. അവൾ അതും പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ കൈകൾ പിടിച്ചു. വേണ്ട ഋഷിയച്ച, പ്ലീസ്, ഞാൻ വെട്ടില്ല. അവൾ ചിണുങ്ങി കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കാണിക്കുന്നത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈകൾ അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് അവൻ്റെ ആദരങ്ങൾ അവളുടെ മൃദുലമായ കൈകളിൽ പതിഞ്ഞു. പെട്ടെന്നുണ്ടായ തണുപ്പിൽ അവൾ ഒന്ന് പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ പതിയെ തുറന്നു. അവൻ്റെ തെളിഞ്ഞ മുഖം കണ്ടതും അവളുടെ ചൊടിയിൽ ചുവപ്പ് രാശി പടർന്നു. അവൾ നാണത്താൽ തല താഴ്ത്തി. അവൻ കൂടുതൽ അടുത്തേക്ക് വരുന്നത് അവൾ അറിഞ്ഞു. അവളുടെ തൊട്ട് അടുത്തായി അവൻ്റെ ശ്വാസം തൻ്റെ മുഖത്ത് പതിയുന്നത് അവൾ അറിഞ്ഞു. ആദ്യമായാണ് അവൻ ഇത്രയും അടുത്ത് അവൾ അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി. അവൻ്റെ ഷോൾഡറിൽ കൈകൾ പതിപ്പിച്ച് അവൻ്റെ ഗന്ധം നാസികയിൽ എത്തിയതും ഉമിനീർ ഇറക്കിക്കൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. അവൻ ഒന്നുകൂടെ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അവരുടെ ശ്വാസഗതി മാറുന്നതുവരെ ഇരുവരും അറിഞ്ഞു. അവൻ്റെ ആദരങ്ങൾ അവളുടെ ആദരങ്ങളിൽ പതിയാൻ നിന്നതും അബി അവളെ വിളിച്ചു. പെട്ടെന്ന് ബോധം വന്ന പോലെ രണ്ടും അകന്നു മാറി. ഷേ, ഈ അബി! അവൻ ചിരിച്ചു. അത് കണ്ട് അവൾക്ക് ചിരി വന്നു. ധ്രുവി, നിക്ക്, പോവല്ലേ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനിലേക്ക് അടുപ്പിച്ചു. ഋഷിയച്ച, വേണ്ട. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു. ധ്രുവി, പ്ലീസ്. അവൻ ചിരിച്ചുകൊണ്ട് മുഖം അടുപ്പിച്ചു. വേണ്ട ഋഷിയച്ച, ദേ അബി വിളിക്കുന്നു, ഞാൻ പോട്ടെ. അവൾ അവനെ തള്ളി മാറ്റി പറഞ്ഞു. ഏയ്, അവൾ ഇവിടെയൊന്നുമില്ല. എന്താടോ, ഒരു കിസ് അല്ലേ? വേണ്ട ഋഷിയച്ച, പ്ലീസ്, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് വേണ്ടി പ്ലീസ്, ഇപ്പോൾ വേണ്ട. ഒക്കെ ക്ഷമിച്ചല്ലേ പറ്റൂ, അവൻ ചിരിയോടെ പറഞ്ഞു. ഓക്കെ മൈ ബോയ്, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവൾ അവനെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് അവൾ നടന്നു. എന്തായിരുന്നു അവിടെ? ഒന്ന് പോ അബി, അവൾ നാണത്തോടെ പറഞ്ഞുകൊണ്ട് ഋഷിയുടെ അമ്മൻ്റെയും അച്ഛൻ്റെയും അരികിലേക്ക് ചെന്നു. ശ്യാ, അവൾ വഴുതി പോവല്ലേ. കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോട് ഭിത്തിയിലേക്ക് ഇടിച്ചു. ദാ ഋഷിയെ, ഇന്ന് എന്തെങ്കിലും നടന്നോ? കയ്യിലെ മദ്യഗ്ലാസുമായി ഒരുവൻ അവൻ്റെ അരികിലേക്ക് വന്നു. ഇന്ന് അല്ലെങ്കിലേ നാളെ അവൾ എന്നിലേക്ക് തന്നെ വരുമല്ലോടാ യദുവേ, ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് വന്നവൻ്റെ കൈകളിൽ നിന്നും ഗ്ലാസ് വാങ്ങി അതിലുള്ള മദ്യം വായിലേക്ക് കമഴ്ത്തി. വരും. അവൾ വരുമ്പോൾ ഞങ്ങളെ കൂടെ ആലോചിക്കണേ. ഒറ്റയ്ക്ക് കഴിക്കാൻ എന്ന പൂതി ഒന്നും മനസ്സിൽ വയ്ക്കല്ലേ എന്നു പറഞ്ഞ് നിങ്ങളുടെ കൂടെ അല്ലടാ. അങ്ങനെ തന്നെയല്ലേ ഇത്രയും നാളും? ഇനിയും അതിൽ മാറ്റം വരില്ല. അവളെ ആദ്യം എൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടെ, പിന്നെ ആരെന്ന് വെച്ചാൽ എടുത്തോ. ആ അപ്സരസിനെ. സത്യം അപ്സരസ് തന്നെയാ. എന്താ ഒരു സ്ട്രാച്ചർ മെഴുക്ക് പോലെയുള്ള ആ അദ്ദേഹം ആരും ഒന്ന് നോക്കിപ്പോവും. ആ ചന്ദനത്തിൻ്റെ മണം. യദു നാവുകൊണ്ട് ആദരങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നേക്കാൾ മോഹമല്ലടാ നിനക്ക്. പിന്നെ അല്ലാതെ, അവളെപ്പോലെ ഒരു പെണ്ണിനെ ആരാ മോഹിക്കാതെ? നമ്മൾ അനുഭവിച്ചിട്ടുള്ള പെണ്ണുങ്ങളെ പോലെയല്ല ഇവൾ. ആരും കൊതിക്കും ഇവളെ ഒന്ന് രുചിക്കാൻ. ആഹാ, അതുകൊണ്ട് തന്നെയല്ലേ അവളെ ഞാൻ മെരുക്കിയത്. ആഹാ, അല്ല, ആരാടാ അവളെ ഇത്രക്ക് അഗാധമായി സ്നേഹിച്ചവൻ? ആഹാ, എനിക്കറിയോ. ലച്ചു പറയുമ്പോളാ ഞാൻ ഇത് എല്ലാം അറിഞ്ഞത് തന്നെ. എന്നാൽ ലച്ചുവിനെ വരെ വിശ്വസിപ്പിച്ച് ഞാൻ കൊറിയർ അയച്ചത് ഞാനാ. പിന്നെ അങ്ങോട്ട്
കെട്ടുകഥകൾ കൊണ്ട് നിറച്ചു. തകർത്തു അഭിനയിച്ചല്ലോ ഞാൻ. അതിൽ ലച്ചു ഫ്ലാറ്റ്. പിന്നെ അവളെ കണ്ടപ്പോൾ തന്നെ അവൾ എന്നെ വല്ലാതെ മോഹിപ്പിച്ചു. മോഹിപ്പിച്ചത് ഒന്ന് രുചിച്ചു നോക്കാതെ വിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇവളെ വിടും? എനിക്ക് അവളെ പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം വേണം. അതുമാത്രമല്ല, അവളുടെ അച്ഛൻ്റെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്താ. അതുമാത്രമല്ല, അവളുടെ പേരിലുണ്ട് ആവശ്യത്തിന്. അത് എല്ലാം എനിക്ക് സ്വന്തം ഇനി. പിന്നെ അവളിൽ ഉള്ള എൻ്റെ മോഹം തീർന്ന്. അവൾ എനിക്ക് വെറും വേസ്റ്റാണ്. ചവറ്റുകൊട്ടയിലെ വേസ്റ്റ് പേപ്പർ പോലെയാണ്. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന വെറും പേപ്പർ. അതും പറഞ്ഞ് അവൻ യദുവിനെ നോക്കി. ഇരുവരുടെയും കണ്ണുകളിൽ അവളോടുള്ള കാമം തെളിഞ്ഞു കാണാം. ഋഷി ചായയോട് യാത്ര പറഞ്ഞ് ലച്ചുവിനോടും അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞു. ഇറങ്ങാൻ നേരമാണ് ആലോചിച്ചത് എൻ്റെ ഫോൺ ഋഷിയച്ഛൻ്റെ കയ്യിലാണെന്ന്. എന്നാൽ ഋഷിയച്ഛൻ്റെ വാക്കുകളിൽ തരിച്ചു നിന്നു പോയി ഞാൻ. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ അടിനമ്പുകൾ വരെ തകർക്കാനുള്ള വാക്കുകൾ. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചെങ്കിലും എന്ന് ആഗ്രഹിച്ചു ഞാൻ. ഇനിയും കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് വേഗം തിരിഞ്ഞു. മുന്നിൽ അഭിനെയും ശ്രീയെയും കണ്ടതും ഞാൻ അവരെ പോയി കെട്ടിപ്പിടിച്ചു. അഭി, പോവാം വാ. പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതും അവർ എന്നെ അത്ഭുതത്തോടെ നോക്കി. പോവാനോ? അവനെ കണ്ട് രണ്ടു പറയാതെ എങ്ങനെ പോവാൻ പറ്റും? നീ മാറിയേ. എന്നെ തള്ളിക്കൊണ്ട് ശ്രീ പോവാൻ നിന്നതും ഞാൻ തടഞ്ഞു. എൻ്റെ നിറഞ്ഞ മീകൾ കണ്ടതുകൊണ്ടാവാം അവൾ ഒന്നും മിണ്ടാതെ എൻ്റെ പിന്നാലെ നടന്നു. എടാ, ഫോൺ കിട്ടിയോ? ലച്ചു, ഫോൺ നിൻ്റെ ഏട്ടൻ. ശ്രീ, വേണ്ട, വാ പോവാം. ഇല്ല ലച്ചു, ഫോൺ ഋഷിയച്ച. അല്ല, ഋഷിൻ്റെ കയ്യിലാണ്. നീ നാളെ വരുമ്പോൾ കൊണ്ടുവാ. ഞങ്ങൾ പോവാ. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. മമ്മൂസിനെ ദർശിക്കും പോവാൻ ടാക്സി വിളിച്ചു കൊടുത്തു. ഞാൻ പെട്ടെന്ന് തന്നെ കാർ എടുത്തു പോയി. ഞാൻ നേരെ പോയത് എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ്. ഫുൾ മെറ്റൽ നിർമ്മിച്ച ഒരു ചെറിയ വീടായിരുന്നു. പെട്ടെന്ന് തന്നെ ലോക്ക് തുറന്നു കയറി. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുളുമ്പുന്നുണ്ടെങ്കിലും ഒഴുകാതിരിക്കാൻ ഞാൻ ഏറെ പ്രയാസപ്പെട്ടു. അല്ലെങ്കിലും എത്രയൊക്കെ പിടിച്ചു വെച്ചാലും മനസ്സിൽ എൻ്റെ മുറിയിൽ നിന്നും ചോര പൊടിയും. ആഹാ, അവൾ ഉറക്കെ കരഞ്ഞു. ആ ചുമരുകൾ പോലും അവളുടെ അവസ്ഥയിൽ അലിഞ്ഞു പോയിരിക്കുകയാണ്. എന്തിനാ എന്നോട് ഇങ്ങനെ ചതി ചെയ്യുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇതിലും ഭേദം കൊന്നുകൂടായിരുന്നോ അയാൾക്ക് എന്നെ? എല്ലാം അറിഞ്ഞിട്ടും എന്നോട് ഇങ്ങനെ? ദൈവമേ, നിന്നിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുക. മരിച്ചു ജീവിക്കാൻ ഇനിയും വയ്യ എനിക്ക്. അവൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. കണ്ണുകൾ തളർന്നു പോയി. ഇനിയും കണ്ണുനീർ പൊഴിക്കാൻ ആ കണ്ണുകൾക്ക് സാധിക്കാത്ത പോലെ ജീവൻ പൊടിയുന്ന വേദന. അവൻ്റെ വാക്കുകൾ ഇത്രയും നാളും അവൻ്റെ കാമക്കണ്ണുകളും മനസ്സിലാക്കാൻ തനിക്ക് സാധിച്ചില്ലല്ലോ. അവൻ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ എല്ലാം അവൻ്റെ മനസ്സിൽ ഇതായിരുന്നില്ലേ? മതി, ഇതിൽ കൂടുതൽ സഹിക്കാൻ വയ്യ. എനിക്കിനി ആരും വേണ്ട. ആരെയും സ്നേഹിക്കാൻ പാടില്ല. വിശ്വസിക്കരുത് ആരെയും. എല്ലാവരും ചതിക്കാൻ വേണ്ടിയാ വരുന്നേ. അവളുടെ തൊണ്ടക്കുഴിയിൽ തടസ്സം പോലെ ശബ്ദം പോലും വരുന്നില്ല. കണ്ണുകൾ നിലച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ കണ്ണുകൾ അടച്ചു. അയാളുടെ മുഖം തെളിയുന്ന പോലെ അവൾ വാശിയോടെ കണ്ണുകൾ തുറന്നു. അവളുടെ കയ്യിൽ വിരലിലേക്ക് നോക്കി. അവൻ അണിയിച്ച റിംഗ് കണ്ടതും അറപ്പോടെ മുഖം വെട്ടിച്ചു. മമ്മൂസിനെ കണ്ടാലേ മനസ്സ് ശാന്തമാവൂ എന്ന് മനസ്സിലായതും അവൾ വേഗം അവിടെ നിന്നു ഇറങ്ങി. വേഗത്തിൽ പായുന്ന ഓരോ വണ്ടിയെയും തള്ളിക്കൊണ്ട് അവളുടെ വാഹനം മുന്നിലെത്തി. നിറഞ്ഞ മീകൾ വാശിയോടെ ദേഷ്യത്തോടെയും തുടച്ചു. എന്നാൽ മുന്നിലെ വാഹനം കാണാതെ ഒരു ഭീകര ശബ്ദത്തോടെ ആ വാഹനങ്ങൾ രണ്ടും കൂട്ടിമുട്ടി. ശ്രീ, ധ്രുവി എവിടെ പോയതാവും? അറിയില്ല. അഭിയുടെ ഈ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരമില്ല. ധ്രുവി, അവൾ എവിടെയാവും? എന്തിനാ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? എത്ര വർഷമായി അനുഭവിക്കാൻ തുടങ്ങിയതാ. ഇതിനൊരു ഒടുക്കമില്ലേ? അഭിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീ ആലോചിച്ചു. നീ വിഷമിക്കണ്ട ധ്രുവി, വരും. അവൾ
ഒന്ന് ശാന്തമാവട്ടെ. അബിയെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് അറിയില്ല. ഇതിൽ നിന്നും അവൾക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന്. ഋഷിയെ അവൾക്ക് അത്രക്ക് സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ശ്രീ, എനിക്ക് എന്തോ പേടിയാവുക. ധ്രുവി, എൻ്റെ ഫോൺ കാറിൽ ഇട്ട് ഒന്ന് വിളിക്ക്. ശ്രീ, എടുത്താലോ? അബി പറഞ്ഞതും ഞങ്ങൾ വിളിച്ചു കൊണ്ടിരുന്നു. എന്ന പ്രതികരണമൊന്നുമില്ല. എടുക്കുന്നില്ല അബി. പെട്ടെന്ന് അതിൽ നിന്നും കോൾ വന്നതും ഞങ്ങൾ രണ്ടും നോക്കി ചിരിച്ചുകൊണ്ട് കോൾ അബി എടുത്തു. സ്പീക്കർ ഓണാക്കി. ഹലോ ധ്രുവി, നീ എവിടെയാ? എത്ര നേരായി വിളിക്കുന്നത്? എന്താ ഒന്നും മിണ്ടാതെ? ധ്രുവി, ഹലോ. പെട്ടെന്നൊരു പുരുഷ സൗണ്ട് കേട്ടതും ഞങ്ങൾ പരസ്പരം നോക്കി. ഹലോ, ആരാ? ഓക്കെ, ഇത് MA ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹോസ്പിറ്റലിലോ? യെസ്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വേഗം വരൂ. അതും പറഞ്ഞ് ആ കോൾ കട്ടായി. ശ്രീ നിറഞ്ഞ മെയ്യോടെ അബി വിളിച്ചതും ശ്രീ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം പോയി കാറിലേക്ക് കയറി. കാർ സ്റ്റാർട്ട് ചെയ്തു. അബിയും കയറിയിരുന്നു. പെട്ടെന്ന് തന്നെ അവർ അവിടെ എത്തിയിരുന്നു. എക്സ്ക്യൂസ് മീ, ഒരു ആക്സിഡൻറ്റ് കേസ്. ശ്രീ റിസപ്ഷനിൽ കയറി ചോദിച്ചു. പേര് പറയൂ മേഡം. ധ്രുവി നക്ഷത്ര, അബി വിറയലോടെ പറഞ്ഞു. എക്സ്ക്യൂസ് മീ, ആരോ വിളിച്ചതും ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ശ്രീ അബിയെ നോക്കി അയാൾ വിളിച്ചു. അല്ല അബി? ഓഹോ, സോറി, ഞാൻ ഫോണിൽ സംസാരിച്ചവർ അല്ലേ? ഇതാ ആ കുട്ടിയുടെ ഫോണാണ്. അത് പറഞ്ഞ് ഞങ്ങൾക്ക് അബിയുടെ ഫോൺ തന്നു. ധ്രുവി, അവൾ എവിടെ? എന്താ സംഭവിച്ചത്? ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു. നിങ്ങൾ പേടിക്കേണ്ട, അയാൾക്ക് കുഴപ്പമില്ല. ജസ്റ്റ് തലയിലും കയ്യിലും കാലിലും ഫ്രാക്ചേഴ്സ്. അയാളുടെ ബോഡി ഭയങ്കര വീക്കാണ്. 3 ഡേയ്സ് എന്തായാലും ഇവിടെ കിടക്കേണ്ടി വരും. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അയാളെ തന്നെ നോക്കിയിരുന്നു. ഓ സോറി, ഐ ആം ഡോക്ടർ ഐസ് പത്മരാജ്. എൻ്റെ മുന്നിൽ വെച്ചാണ് ആ കുട്ടി ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പോൾ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ കുഴപ്പമില്ല. നിങ്ങൾ അവൻ സംശയത്തോടെ ചോദിച്ചു. സിസ്റ്ററാണ്. ധ്രുവിൻ്റെ അടുത്ത് പോകണം. ശ്രീ അബി തിരക്കി കൂട്ടി. റൂം നമ്പർ 6, അവിടേക്ക് ചെന്നോളൂ. ഞാൻ പോലീസ് ഫോർമാലിറ്റീസ് തീർത്തിട്ട് ഉടനെ വരാം. ശ്രീ നന്ദയോട് അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് പോയി. ധ്രുവി അവളുടെ കിടപ്പ് കണ്ട് അബി വിഷമത്തോടെ വിളിച്ചു. തലയിൽ ഒരു കെട്ട് ഉണ്ട്. കയ്യിലും കാലിലും പ്ലാസ്റ്റർ പോലെ എന്തോ ചുറ്റിയിട്ടുണ്ട്. കണ്ണുകൾ അടച്ചാണ് കിടപ്പ്. കണ്ണുകൾ നീലച്ച് കിടക്കുന്നു. ധ്രുവി, ഞങ്ങൾ അവളുടെ അടുത്ത് ഇരുന്നു കൊണ്ട് അവളുടെ കൈ വിരലുകൾ പിടിച്ചു. പതിയെ അവൾ കണ്ണുകൾ തുറന്നു. അവൾക്ക് തലവേദനിക്കും പോലെ തോന്നി. ശ്രീ, ധ്രുവിക്ക് കണ്ണു തുറന്നു. ഞാനും അബിയും അവളെ തന്നെ നോക്കി. അവളും ഞങ്ങളെ നോക്കി കിടക്കുകയാണ്. എന്ത് പറയേണ്ടെന്നറിയില്ലായിരുന്നു. ഒന്നുമില്ല ധ്രുവി, 3 ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാട്ടോ. എന്നെ ഇവിടെയൊക്കെ കൊണ്ടുവാ എന്ന് പറഞ്ഞില്ലേ? അവിടെയൊക്കെ പോണേ. അബി നിറഞ്ഞ മീകളോടെ ചുണ്ടിൽ ഒരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. മമ്മൂസ് എവിടെ? പറഞ്ഞിട്ടില്ല. നാളെ കാലത്ത് പറയാം. വെറുതെ ടെൻഷൻ ആക്കണ്ട. നീ ഉറങ്ങിക്കോ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. വേണ്ട ശ്രീ, എനിക്ക് ഉറക്കം വരുന്നില്ല. മമ്മൂസിനെ കാണാൻ തോന്നുക. എന്നാൽ ഇപ്പോൾ പറയണ്ട. പെട്ടെന്ന് ഡോർ തുറന്ന് ആയുസ് വന്നതും ശ്രീ അബിയും അവനെ നോക്കി ചിരിച്ചു. ഓഹോ ഗുഡ്, താൻ എണീറ്റോ? തനിക്ക് കുഴപ്പമില്ലല്ലോ. എന്ത് പോക്കാടോ, തൻ്റെ സ്പീഡ് ഇത്തിരി കുറക്കിട്ടോ. എന്നാൽ ഇതുപോലെയുള്ള ആക്സിഡൻറ്റിൽ ഒഴിവാക്കാം. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ പൾസും കണ്ണുകളും നോക്കി. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. തലയ്ക്ക് ഭാരം തോന്നുന്നുണ്ടോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഓക്കെ, അതിനുള്ള മെഡിസിൻ എഴുതിയിട്ടുണ്ട്. പിന്നെ BPയും ബ്ലഡും ഒന്നും ചെക്ക് ചെയ്യണം. നീ സ്കാൻ റിപ്പോർട്ട് വന്നാലേ ബാക്കി പറയാൻ പറ്റൂ. ധ്രുവി ടെൻഷൻ ആവണ്ട. ഒരു നേഴ്സ് വന്ന് അവൻ്റെ കയ്യിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത് അത് ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്താ ഡോക്ടർ? ശ്രീ ടെൻഷനോടെ ചോദിച്ചു. ടെൻഷൻ വേണ്ട, ഇയാൾക്ക് ഒരു കുഴപ്പമില്ലടോ. നാളെ മറ്റന്നാളോ വീട്ടിൽ പോവാം. ഓഹോ താങ്ക്സ് ശ്രീ. എന്നാ ബൈ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
അവൻ പുഞ്ചിരിയോടെ തിരക്കി. യെസ്, കുറച്ചു കഴിഞ്ഞ് ഈ മെഡിസിൻ എല്ലാം കൊടുക്കണം. അവൻ അതും പറഞ്ഞു പോയി. ആ റൂമിൽ നിശബ്ദത നിറഞ്ഞു. ധ്രുവി നിശബ്ദതയെ ചോദിച്ചുകൊണ്ട് ശ്രീ അവളെ വിളിച്ചു. ശ്രീ, അവൻ അവൻ എൻ്റെ ഋഷിയച്ച എന്നെ ചതിക്കുകയായിരുന്നു. അവനല്ല എനിക്ക്. ബാക്കി പറയാൻ പറ്റാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തോരാമഴ പോലെ. ശ്രീയും അഭിയും അവളെ ചേർത്ത് പിടിച്ചു നിന്നു. ചേച്ചി കരയല്ലേ, ഇങ്ങനെ കരയല്ലടാ. ചേച്ചി കരയല്ലേ, എനിക്ക് കരച്ചിൽ വരിക. കരയല്ലേ ധ്രുവി. അഭി നിറഞ്ഞു വന്ന മീകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. പോട്ടെ ധ്രുവി, അവൻ്റെ ചതിക്ക് മുന്നിൽ പെട്ടില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അവർ അവളെ ആശ്വസിപ്പിച്ചു. എനിക്ക് ഇനി ഒന്നും വേണ്ട ശ്രീ, മതിയായി. എല്ലാ വർഷങ്ങളും ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നു. ഒരു സന്തോഷം പോലെ അവൻ വന്നു. എനിക്ക് വേണ്ടി പിറന്നതാണെന്ന് തോന്നി. എൻ്റെ വിഷമത്തിലും സന്തോഷത്തിലും കൂടെ ഉണ്ടാവുമെന്ന് കരുതി. അതും ചതിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും പൊട്ടിയ ശ്രീയെ. മതിയായി, ഇനിയും വയ്യ. അവളുടെ ശബ്ദം ഇടറി. ഒരു ആണും പെണ്ണും കെട്ടവൻ്റെ കയ്യിൽ പെട്ടില്ലല്ലോ, രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. എല്ലാം മറക്കണം. നിന്നെ ഓർത്ത് ഇനിയും വിഷമിക്കാൻ ആരെയും നീ ഇടവരുത്തരുത്. തളരരുത് ധ്രുവി. അവൻ്റെ മുന്നിൽ വീരോടെ നിൽക്കണം. ഞങ്ങൾ ഉണ്ട് കൂടെ. ശ്രീ അവൾക്ക് ആത്മവിശ്വാസം നൽകി. എടാ, എനിക്ക് പറ്റൂ. അവൻ്റെ മുന്നിൽ കരയരുത്, തളരരുത്. അവൾ നീണ്ട ശ്വാസമെടുത്തു. ധ്രുവി, ലച്ചു വിളിച്ചിരുന്നു. അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കൂടെ ഋഷിയും. കാലത്ത് തന്നെ ശ്രീ പറഞ്ഞത് കേട്ടതും ധ്രുവിയും അഭിയും ഒരുപോലെ ഞെട്ടി. എന്തിന് അവനെ? എനിക്ക് ഇനി കാണണ്ട, ചതിയവൻ. അങ്ങനെ പറയരുത് ധ്രുവി. അവൻ വരട്ടെ. ഇന്നലെ പറഞ്ഞത് മറന്നോ നീ? അല്പനേരത്തെ ശേഷം ഋഷിയുടെ ലച്ചുവും വന്നിരുന്നു. ലച്ചു ഋഷിയും കൂടെ പോയി. എടോ, എന്താടോ ഇത്? എനിക്ക് സഹിക്കുന്നില്ല എന്നെ ഇങ്ങനെ കാണാൻ. ഇത് എങ്ങനെയാ മോളെ? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവളിൽ ഒരു പ്രതികരണമുണ്ടായില്ല. എന്താ ധ്രുവി, എന്താ ഒന്നും മിണ്ടാതെ? അവൻ അവളുടെ കവിളിൽ തൊട്ടുകൊണ്ട് അവൻ്റെ നേരെ തിരിച്ചു. അവളുടെ കണ്ണുകൾ ഒരേ സമയം ദേഷ്യവും സങ്കടവും തോന്നി, സ്വയം വെറുപ്പും തോന്നി. കൈ എടുക്ക് ഋഷി. എന്താ ധ്രുവി? ഋഷിയോ? എന്തു പറ്റി തനിക്ക്? അവൻ പതർച്ചയോടെ ചോദിച്ചു. എങ്ങനെയാടോ നിങ്ങൾക്ക് ഇത്ര നന്നായി അഭിനയിക്കാൻ പറ്റുന്നേ? ഞാൻ എന്ത് തെറ്റാടോ ചെയ്തേ? തന്നെ സ്നേഹിച്ചതോ? ഇത്രയും വലിയൊരു ചതി? ഛേ, തന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നുക. എന്താ നീ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തെന്നാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താ ഇങ്ങനെ പറയുന്നേ? ശ്ശേ, നിർത്ത് നിന്റെ അഭിനയം. ഒന്നും മനസ്സിലാവുന്നില്ല പോലും. എല്ലാം ഞാൻ അറിഞ്ഞു ഋഷി. നീ ആരെന്നു എനിക്ക് മനസ്സിലായി. ഇനിയും നിന്റെ ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് ഡ്രാമ ഒന്നും വേണ്ട. നിർത്തിക്കോണം. എല്ലാം ഇന്നത്തോടെ ഇനി എൻ്റെ മുന്നിൽ പോലും വരരുത്. അതും പറഞ്ഞ് അവൻ അണിയിച്ച റിങ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ധ്രുവി നക്ഷത്ര, നീ എന്താടി കരുതിയേ? നീ വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പോകുമെന്നോ? നിനക്ക് തെറ്റി. ഈ ഋഷി ആഗ്രഹിച്ചതൊന്നും സ്വന്തമാക്കാതെ പോയിട്ടില്ല. അത് പണമായാലും പെണ്ണായാലും. നിന്നെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ സ്വന്തമാക്കും. ഛേ, നീ ഒരു ആണാണോ? ഒരു പെണ്ണിൻ്റെ നിസ്സായ അവസ്ഥയെ മുതലെടുക്കാൻ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഋഷി. നിനക്ക് ഞാൻ ആരെന്നും അറിയില്ല, അവളുടെ ഭാഷയിൽ പറഞ്ഞു. നീ ആരാ? നീ പോയാ എവിടെ വരെ പോവാനാ ധ്രുവി? എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വെറും പെണ്ണാ നീ. വെറും പെണ്ണ്. പിന്നെ നീ മറന്നുപോയോ? ഇത്തിരി നാള് മുന്നേ നീ എനിക്ക് സൈൻ ചെയ്തു തന്ന സർട്ടിഫിക്കറ്റ്, നിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളിലും നിന്റെ പോലെ എനിക്കും അവകാശമുണ്ട്. ഓർമ്മ വന്ന പോലെ അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ്റെ പുച്ഛം അവൾക്ക് ദേഷ്യവും വാശിയും കൂട്ടി. എൻ്റെ പേരിൽ അവകാശം പറയാൻ എന്തുണ്ട് എന്ന് നിനക്കറിയോ? ഇല്ല, ഒരേ ഒരു ഷോപ്പ്, അതും ഞാൻ പോലും ഇപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആ ഷോപ്പ് മാത്രം. അതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിനക്ക് ചെയ്യാം. എന്നെ ഇത്ര നാളും സ്നേഹിച്ചത് നിനക്ക് ഞാൻ തരുന്ന പിച്ചയായി കണ്ടോ നീ? അത് അവളുടെ കണ്ണിൽ അഗ്നി കത്തിയൊരിഞ്ഞു.
ഡി പുന്നാര മോളെ, ചതിച്ചല്ലേ? അവൻ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ചു. അവൾ വേദന കൊണ്ട് പുളഞ്ഞു. എന്താ ഇവിടെ? യെസ് മിസ്റ്റർ. കൈയെടുക്ക്. ഡോ തെന്നോടാ. ആയുസ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ധ്രുവിയുടെ മുടിക്കുത്തിൽ പിടിച്ചിരിക്കുന്ന ഋഷിയെയാണ്. അവനെ കണ്ടതും ഋഷി ദേഷ്യത്തോടെ കൈകൾ എടുത്തുകൊണ്ട് അവളെ ദേഷ്യത്തിൽ നോക്കി പുറത്തേക്ക് പോയി. അവൻ പോയ വഴിയെ നോക്കി അവർ പരസ്പരം നോക്കി. എന്താടോ, എന്തിപ്പറ്റി? ആരാ അത്? അവൾ മൗനം പാലിച്ച് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ആയുസിനെ എന്നോ അതിനെ കുറിച്ച് ഒന്ന് ചോദിക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് അഭിയും നീലിയും വന്നു. ആഹാ, നിങ്ങൾ ഇത് എവിടെ പോയതാ? ആയുസ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മോൾക്ക് ഫുഡ് എടുക്കാൻ പോയതാ. ശ്രീ, മോള് വന്നില്ലേ ധ്രുവി? ആ വന്നിരുന്നു, അവൾ പുറത്തേക്ക് പോയതാ. മോൻ എന്തെങ്കിലും കഴിച്ചോ? അവർ ആയുസ് സ്വന്തം മകനെ പോലെയാ. ആ അമ്മ രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയതാ. എന്നാ ശരി, ഇയാൾക്ക് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. എന്തോടാ, വീട്ടിൽ പോകല്ലേ? അവൻ ചിരിയോടെ ചോദിച്ചു. അവൾ ഒന്ന് മൂളി. അവൻ പുറത്തേക്ക് ഇറങ്ങിയതും ലച്ചുവും ശ്രീയും കയറി വന്നു. ശ്രീയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ പോയി. അവൻ വഴിയെ ശ്രീയുടെ മിഴികൾ ചെന്നു. ഹാ, ലച്ചുയോ? ഋഷി എവിടെ മോളെ? നീലിമ. ഏട്ടൻ പുറത്തേക്ക് പോയതാ, അവൾ ഒരു പതർച്ചയോടെ പറഞ്ഞു. ധ്രുവി ലച്ചുവിനെ നോക്കുന്നില്ല. അത് കണ്ടതും ലച്ചുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്താ പിള്ളാരെ ഒന്നും മിണ്ടാത്ത്? അവരുടെ മൗനം കണ്ട് നീലിയമ്മ ചോദിച്ചു. ധ്രുവി എന്നോട് ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു. എന്നെ പോലും ചതിച്ച അയാൾ. എന്നെ ഒന്ന് നോക്കുക ധ്രുവി പ്ലീസ്. അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ വീണു. എല്ലാം കണ്ട് നീലിയും അവരെ നോക്കി. ലച്ചു, സാരില്ല, എനിക്ക് മനസ്സിലാവും. നിന്റെ ചേട്ടൻ എന്നോട് ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ നിന്നു കൊടുത്തോണ്ട് അല്ലേ? പിന്നെ ഇനിയെങ്കിലും എൻ്റെ മുന്നിൽ വരരുത് എന്ന് പറയണം. അത് പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു. നീലിയമ്മ കാര്യം മനസ്സിലാവാതെ അവരെ പരസ്പരം നോക്കി. അല്പനേരം കഴിഞ്ഞതും അവർ വീട്ടിലേക്ക് മടങ്ങി. ആയുസ്സുമായി ഒരു പുതിയ സൗഹൃദം തുടങ്ങിയിരുന്നു അവർ. വീട്ടിലെത്തിയ ഉടനെ അവൾ ലാപ്ടോപ്പ് എടുത്ത് ഋഷിയുടെ പേരിലുള്ള ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് രാംദാസ് എന്ന ഫാമിലി ലെയർക്ക് ഇമെയിൽ അയച്ച് അവന് ഒപ്പിട്ട് കൊടുത്തിരുന്നു. ശരിയാണ് എന്ന് എല്ലാം അമ്മൂസിൻ്റെ പേരിലാണ് എന്ന് ആർക്കും അറിയില്ല. മനസ്സിൽ അവനോട് ദേഷ്യവും വാശിയും നിറഞ്ഞു. മോളെ, ഋഷി അവനെപ്പറ്റി കേട്ടത് എല്ലാം സത്യമാണോ? എല്ലാവരും എങ്ങനെയാ മമ്മൂസെ? സ്നേഹിക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. ചതിക്കും നമ്മളെ. എന്തിനാ എല്ലാവരും എന്നെ പറ്റിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പപ്പയ്ക്ക് പോലും എന്നെ വേണ്ട. ആർക്കും ആരെയും സ്നേഹിക്കാൻ അറിയില്ല. അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ നീലിയുടെ മാറിലേക്ക് ചാഞ്ഞു. അവൾക്ക് അറിയില്ലായിരുന്നു അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നീലച്ചൻ്റെ കാൾ വന്നത്. ഇവിടെ നിന്ന് പിന്നെ ചേട്ടൻ തന്നെ നീലിയമ്മ ആൻറ്റി ഇവിടേക്ക് അയച്ചതാണ്. ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാവരും അവളെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചവരാ. അന്നു മുതൽ അവൾക്ക് പേടിയാ സ്നേഹിക്കാം. നാട്ടിൽ വന്നപ്പോഴാണ് അവൾ ഒന്ന് ചിരിച്ചു കണ്ടത്. പിന്നെ അവൾ ആരുടെയും സ്നേഹം കൊതിക്കാത്ത ധ്രുവിയായി. അത്രയ്ക്ക് വിശ്വസിച്ച ഒരുത്തനും ചതിക്കുമെന്ന് കരുതി കാണില്ല. പാവം, ഇപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് അവളുടെ മനസ്സ് മാറിയിട്ടില്ല. എനിക്കറിയാം അവളുടെ മനസ്സിൽ അവൻ എപ്പോഴുമുണ്ട്. പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു എൻ്റെ ധ്രുവി. പാവമാണ്. ഇനിയെങ്കിലും നിരവേട്ടൻ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കരുത് പ്ലീസ്, അബി ഒരു യാചന പോലെ പറഞ്ഞു. അബി പെട്ടെന്ന് ആരോ വിളിച്ചതും അവർ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി.